ഇതാ ഈറ്റുനോവിന്റെ ആരംഭം. അതുകൊണ്ട് യേശു പറഞ്ഞു, യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് പളുകൾ കേൾക്ക്, ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്ക്, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. അപ്പച്ചാ, ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. കരമുയർത്തുന്നവർക്കായി ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ. അങ്ങനെയെങ്കിൽ ആലയം പണിഞ്ഞാൽ ഇന്ന് രാത്രി ആലയത്തിനകത്ത് റോബോട്ടിനെ കൊണ്ടുവെക്കും. വായിച്ചാട്ടെ, ഇതാ യഹൂദന്റെ നിലവിളി. 1-ാമത്തെ ഇടവേളയിലേക്ക് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. ദാനിയേൽ പ്രവചനം 12:11. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും, ഇന്ന് യഹൂദൻ ആലയമില്ല, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും, ശൂന്യമാക്കുന്ന ബിംബത്തെ, അതാ കിടക്കുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം. അവിടെ നിൽക്കട്ടെ മോൻ ഓടിപ്പോകരുതാണ്ടേ. ശോഭിയുടെ മൂത്ത ചേച്ചിയെ ദൈവാലയത്തിൽ കൊണ്ടുവരും. ബാക്കി പെന്തിക്കോസുകാരൻ കേട്ടാട്ടെ, CSI-കാരൻ കേട്ടാട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മനിയിൽ ഫ്ലുവർത്ത് എന്ന് പറയുന്ന ഒരു ഇവാഞ്ചലിക്കൽ ചർച്ച് രാവിലെ നോക്കിയപ്പോൾ ഒരു ഇടിപെട്ട് പാസ്റ്റർ പ്രസംഗിക്കുന്നു. നല്ല ഇടിപെട്ട് പ്രസംഗം. അതാ റോബോട്ട് 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സപ്ലൈ പോയി, പ്രസംഗം അവസാനിച്ച് റോബോട്ടിന് പ്ലഗ് കുത്താൻ കൊണ്ടുപോയി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നമ്പർ 1. രണ്ടാമത്തെ കേൾക്കണോ? അടുത്തത് സ്വിറ്റ്സർലൻഡ് ജനീവയിൽ ഒരു പള്ളി, രാവിലെ കത്തോലിക്ക പള്ളി. എല്ലാവരും കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ ജീസസ് ഇരിക്കുന്ന താടിയൊക്കെ വെച്ച് എല്ലാവരും പറയാം, കർത്താവ് ഇതാ കുമ്പസാരിപ്പിക്കാൻ വന്നത്. ഉടനെ ഈ റോബോട്ട് പറയാം, ഐ ആം നോ ജീസസ്, ആൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സ്വോത്രം, ഞാനൊരു നിയന്ത്രിത ബുദ്ധിയാണ്. സ്വോത്രം. അങ്ങനെയെങ്കിൽ സോഫിയായും റാഡയും നീരയും ജർമ്മനിയിലെ ഫ്ലുവർത്തിലും കത്തോലിക്ക സഭയുടെ പള്ളിക്കകത്ത് വന്നെങ്കിൽ യഹൂദന്റെ ദേവാലയത്തിനകത്ത് എന്ത് വരും? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോഫിയയുടെ മൂത്ത ചേച്ചി ഇതാ അഹരോൻ പണ്ട് കാളക്കുട്ടിയെ വാർത്തത്. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. യഹൂദൻ ഇതിന് വണങ്ങത്തിൽ. ഇതാ സിറിയാക്കാരന്റെ അജണ്ട. ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം ദൈവാലയത്തിൽ. വായിച്ചിട്ട് മോനെ അടുത്ത വാക്ക് വായിക്കാം. മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം. അതാ 3.5 വർഷം. ദൈവസഭ എടുക്കപ്പെട്ടാൽ 3.5 വർഷത്തിന്റെ പ്രത്യേകത 1290 ദിവസം ദൈവാലയത്തിൽ. ഇതിനെ യഹൂദൻ വണങ്ങുമോ? ഇനി അടുത്തത്, അവൻ ഇന്ന് സോഫിയെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കും. വരുന്നവരടുത്ത് പറയും വണങ്ങാൻ. വായിക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. കുഞ്ഞു ബൈബിൾ എടുത്താട്ട് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവചനം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട്, അതാ കിടക്കുന്ന ആദ്യം വെള്ളക്കുതിരയുടെ സമാധാനത്തിന്റെ പുറമോടിയോട് പറയും, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്. റോബോട്ട് പറയും, ഞാനാ ദൈവം. അടുത്തത് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പൂജാവിഷയമെന്നോ തന്നെത്താൻ. വായിച്ചാട്ട് മോനെ. പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്രേ. ഇതാ കിടക്കുന്ന എതിരാളി. അതാ നമ്മുടെ യേശുവും എതിർ ക്രിസ്തുവും തമ്മിലുള്ള പ്രത്യേകത. യേശു കാൽവറിയിൽ തന്നെത്താൻ താഴ്ത്തി കൊടുത്തു, സകലത് നിവർത്തിയായി, ടെറ്റലസ്റ്റായി. അതാ എതിർ ക്രിസ്തു ആഴത്തിൽ നിന്ന് കയറി വരും, തന്നെത്താൻ ഉയർത്തുന്ന. ഇനി യഹൂദൻ മൃഗത്തെ വണങ്ങുമോ? എല്ലാവരും കേൾക്കട്ടെ. മോശയുടെ ന്യായപ്രമാണം പുറപ്പാട് 24 യഹൂദന്റെ കയ്യിലിരിപ്പുണ്ട്. മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലും യാതൊന്നിന്റെയും വിഗ്രഹത്തെ വണങ്ങരുത്. കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ യഹൂദൻ വിഗ്രഹത്തെ വണങ്ങത്തില്ല. അന്ന് അവന്റെ തല എതിർ ക്രിസ്തുവിന്റെ പടയാളികൾ അറക്കാൻ പോകുന്നു. രണ്ടാമത്തെ കാര്യം, എല്ലാവരും കേൾക്കണം. എന്താ? ആന്റി ക്രൈസ്റ്റ് വരുന്ന സിറിയയിൽ നിന്ന്. ബാക്കിയൂടെ കേട്ടാട്ട്. പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അവന്റെ പേര് അന്തിക്കോസ് എപ്പിഫാനോസ്. എല്ലാവരും കേൾക്കണം. എന്താ അന്തിക്കോസ് എപ്പിഫാനോസ്? അവൻ ഒരിക്കൽ ഈജിപ്തിനെ ആക്രമിക്കാൻ പോയി. ഇസ്രായേലിൽ കൂടെ പോയത്. ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. തിരിച്ചു വന്നവൻ ഇസ്രായേലിനെ ആക്രമിച്ചു. യഹൂദൻ വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട്, അതിന്റെ പേരാ പന്നി. സ്വോത്രം. അന്നെന്താ? പന്നിയെ ദൈവാലയത്തിൽ അടിച്ചിറക്കി പന്നിയുടെ രക്തം വായ്ക്കകത്ത്, അതിനുശേഷം പന്നിയുടെ മാംസം ഉപ്പല്ലി കൊടുത്തു. അതുപോലെ ഇനി വരുന്ന സിറിയയിൽ നിന്ന് വരുന്ന എതിർ ക്രിസ്തു ഒരു കാര്യം ചെയ്യും. എന്താ? യഹൂദന്റെ ആലയം പണിയോ. ആദ്യം വെള്ളക്കുതിര, പിന്നെ റോബോട്ട്, പിന്നെ ചുവന്ന പശുവിനെ മാറ്റുവമ്മാമേ. പകരം യഹൂദന് വെറുക്കപ്പെട്ട പന്നിയെ കൊണ്ടുവരും. പന്നിയുടെ രക്തം ദൈവാലയത്തിൽ അടിച്ചിറക്കും. പന്നിയുടെ മാംസം എടുത്ത് യഹൂദന്റെ വായിൽ കുത്തുമ്പോൾ യഹൂദൻ നിലവിളിച്ചോടുന്ന കാലം. അതുകൊണ്ട് യേശു പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ കരമുയർത്തുന്നവർക്കായി നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. നിനക്കോ
മനസ്സായില്ല. എതിർ ക്രിസ്തു വരാൻ പോകുന്നത് ഇതാ: 1 ദൈവാലയം, 2 ബാക്കി കിടക്കുന്ന സ്ഥലം അറബ് ലീഗിന് കൊടുക്കുക. ഇതാ അന്തിമ ദിനം. അതുകൊണ്ട് സക്കറിയാവ് പറഞ്ഞു, ഞാൻ ജെറുസലേമിന് ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും. കരമുയർത്തുന്നവർക്കായി അതിനെതിരെ സകല ജാതികളും വിരോധമായി കൂടി വരും. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഒക്ടോബർ മാസം 7 നടന്ന ഇസ്രായേൽ ഹമാസ് എത്താൻ പോകുന്നത് ഇസ്രായേലിന്റെ അന്തിമ യുദ്ധത്തിന് മുമ്പ്. എന്നാൽ യഹൂദന്റെ ആലയത്തിൽ റോബോട്ട് വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി പറയണ തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം ഞാൻ കാണും. ഇന്ന് രാത്രി പന്നിയുടെ രക്തം എന്താ മനുഷ്യന്റെ ശരീരത്തിനകത്ത് യഹൂദന്റെ വായ്ക്കകത്ത് ഒഴിക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. പളുകളെ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സൂചേണ്ടതിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. യഹൂദന്റെ ദൈവാലയത്തിനകത്ത് റോബോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം സ്വർഗം പറഞ്ഞു. മത്തായിക്കകത്ത് മനുഷ്യപുത്രനെ നിങ്ങൾ ആരെന്നറിയുന്നു? ചിലർ പറഞ്ഞു ഏലിയാവ്, ചിലർ പറഞ്ഞു യോഹന്നാൻ. എന്നാ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി പത്രോസോട് സ്വർഗം പറഞ്ഞു, ഞാൻ എന്റെ സഭയെ ഈ പാറമേൽ പണിയും. കരമുയർത്തുന്നവർക്കായി പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. പത്രോസെ, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അടിക്കുന്നതൊക്കെ സ്വർഗരാജ്യത്തിൽ ഞാൻ അടിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കരങ്ങളിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം, പെന്തക്കോസ് വരുന്ന ആളിൽ പരിശുദ്ധാത്മാവിനാൽ ആരംഭിച്ച ദൈവസഭ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അതിനെപ്പറ്റി യേശു എന്ത് പറഞ്ഞു? ഒന്നാമത്തെ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് വായിക്കാം മോനെ, മത്തായി 24:15-16 വായിക്കാം. മത്തായി 24:15-16. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത കിടക്കുന്ന കമ്പ്യൂട്ടർ ദൈവാലയത്തിൽ വായിച്ചാട്ട് മോനെ, വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോ. അന്ന് കമ്പ്യൂട്ടറിനെ യഹൂദൻ വണങ്ങത്തില്ല. 2 പന്നിയുടെ രക്തം കൊള്ളത്തില്ല. യഹൂദന്റെ തലയറത്ത് വീഴും. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. ഒന്നാമത്തെ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് രാത്രി പള്ളികൾ കേൾക്കുന്നവർ പറയണം, ആലയത്തിൽ റോബോട്ട് വരുന്നതിന് മുമ്പ് വരുവാനുള്ളവൻ മധ്യാകാശത്തിൽ തൻ്റെ സഭയെ ചേർക്കാൻ വരും. ഇന്ന് രാത്രി കളിക്കാവിളയിൽ IS വിളയാടിയതുപോലെ അടുത്ത ദിവസം നാളെ ഞായറാഴ്ച എവിടൊക്കെ വിളയാടുന്നെന്ന് അറിയത്തില്ല. അനവധി പേരുടെ തലയിറക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. ഇന്ന് രാത്രി യഹൂദന്റെ തല അവർ പിടിക്കും. ദൈവാലയത്തിനകത്ത് പന്നിയുടെ രക്തം കൊള്ളാത്ത യഹൂദന്റെ തല സിറിയയിലും മൊസൂളിലും ഇന്നും കഴുത്തറക്കുന്ന പോലെ രക്തം താഴെ വീഴും. എന്നാൽ ആ രക്തം താഴെ വീഴുന്നതിന് മുമ്പ് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഭാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എന്റെ മുഖരോമങ്ങളെല്ലാം പിച്ചു തീന്തി സകലതും നിവർത്തിയായി. ഒരു സൈന്യാധിപൻ കുന്തമെടുത്ത് പടയാളിയുടെ കയ്യിൽ കൊടുത്തു. എന്റെ യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി 5.5 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി വിശ്വാസത്തോടെ സഹിഷ്ണുതയോടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. പളുകളെ കൊടുവിളാകമേ, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തോണായി മാറ്റാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. അതുകൊണ്ട് ആമോസ് 4:12 മത്തമ്പാലയും പളുകലും TPM-ന്റെ പൈത്തോമിന്റെ പാതയ്ക്ക് ഈ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാം മോനെ. അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തിയാട്ടെ. ഇതാ പെന്തക്കോസ്ത് മിഷന്റെ വാരക്കൽ നിൽക്കുന്ന ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി എതിർ ക്രിസ്തു വന്ന് ആന്റി ക്രൈസ്റ്റ് വന്ന് ഒരു
യഹൂദൻ ഒരു ദേവാലയം പണിയോ. അതിനു മുമ്പിട്ട് ഒരു കൂട്ടം എടുക്കപ്പെടും. ആരാ? ഒന്നാമത്തെ ദേവാലയം സമാഗമന കൂടാരം, രണ്ടാമത്തെ ആലയം ശലോമോന്റെ ആലയം, മൂന്നാമത്തെ ആലയം കോരശിന്റെ ആലയം. ഹെരോദാവ് പുതുക്കി പണിത ആലയം തകർന്നു പോയി. എന്നാൽ യഹൂദന്റെ ആലയം ഉയരുന്നതിന് മുമ്പ് ഇന്നിവിടെ ഒരു ആലയമുണ്ട്. ഏതാ മക്കളെ? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന രൂപത്തിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. കരമുയർത്തുന്നവർക്കായി എല്ലാറ്റിന്റെയും അവസാനം വന്നുപോയി. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പേ. ഒന്നാമത്തെ ഇടവേള 1910 ഏപ്രിൽ മാസം 10-ാം തീയതി ഒരു കപ്പൽ യാത്രയായി. ആ കപ്പലിന്റെ പേരാ ടൈറ്റാനിക് കപ്പൽ. ഏറ്റവും നല്ല കപ്പൽ, 50,000 ഹോഴ്സ് പവർ. ഏകദേശം നല്ല ഒരു കമ്പനിയാണ് ഉണ്ടാക്കിയ, വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. അവർ പറഞ്ഞ എന്താ? അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മക്കളെ, ടൈറ്റാൻ രാക്ഷസൻ. അടിയിൽ എഴുതി നെവർ ഡിസ്ട്രോയ് ദി ഷിപ്പ്. ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. ബാക്കി കേട്ടാട്ട്. 4 ദിവസത്തെ കന്നിയാത്ര, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആട്ടം പാട്ടും പോയി. 4-ാം ദിവസം മഞ്ഞുമല കണ്ടു. ക്യാപ്റ്റനോട് അനേകം പേര് പറഞ്ഞു, സാറേ മഞ്ഞുമല മഞ്ഞുമല. അദ്ദേഹം പറഞ്ഞു, ദൈവം വിചാരിച്ചാലും തകരത്തില്ല. മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് യാത്ര ചെയ്തപ്പോൾ കന്നിയാത്രയിൽ 4-ാം ദിവസം സദാംപ്ടൺ തുറമുഖത്ത് നിന്ന് പോയി കപ്പൽ ന്യൂയോർക്ക് കാണുന്നതിന് മുമ്പ് തകർന്നു പോയി. ഇന്ന് രാത്രി അനവധി പ്രസംഗം പാറശാലയും പള്ളുകളും കൊടവിളാകത്തും കേട്ടിട്ട് കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിന്റെ മോഹങ്ങൾക്കത് ഉപദേശം വയറ്റിപ്പിടിപ്പെന്ന് പറഞ്ഞുകൊണ്ട് നീ അപവാദം പറഞ്ഞു നിൽക്കുന്നെങ്കിൽ ടൈറ്റാനിക് തകർന്നതുപോലെ നിന്റെ ജീവിതം തകരാറായി. ഇന്ന് രാത്രി മടങ്ങി വരുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതല്ല എൻ്റെ പ്രഭാഷണം. ടൈറ്റാനിക് തകരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മെസ്സിനകത്ത് നിൽക്കുക. അവൻ നല്ല ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക. ടൈറ്റാനിക് പടപട കുലുങ്ങി തകർന്നുകൊണ്ടിരിക്കുന്നു. അവൻ്റെ പിടികിട്ടി. അവൻ്റെ റൂം താഴെ. അവിടെ ഒരു $2 ലക്ഷം ഇരിപ്പുണ്ട്. അവൻ വിചാരിച്ച് ഓടിപ്പോയി തലയണ കീഴിയിരിക്കുന്ന ATM കാർഡിൽ അന്നത്തെ ഡോളർ എടുക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം പോകാൻ ആലോചിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു, നീ താഴേക്ക് പോയാൽ ഇനി നീ കയറി വരാൻ പറ്റത്തില്ല, ഉപ്പുവെള്ളത്തിനകത്ത് വീണുപോകും. അവൻ്റെ അകത്തളത്തിൽ ആരോ പറഞ്ഞു, പൈസ പിന്നെ ഉണ്ടാക്കാം. ദാ മെസ്സിൻ്റെ അവിടെ നല്ല ലൈഫ് ജാക്കറ്റ് കിടപ്പുണ്ട്, ഒരെണ്ണം എടുത്ത് വെള്ളത്തിൽ ചാടിയാൽ നീ രക്ഷപ്പെട്ടാൽ നിനക്ക് ജീവിതം തിരിച്ചു കിട്ടും. ചെറുപ്പക്കാരൻ മാറ്റമൊന്നും ആലോചിച്ചില്ല. ആ മെസ്സിൻ്റെ സൈഡിൽ തൂക്കിയിട്ടിരുന്ന ഒരു ലൈഫ് ജാക്കറ്റ് എടുത്തു. ഒരുപക്ഷെ ചാടിയ വെള്ളം കിട്ടിയാലും വല്ലതും കഴിക്കണ്ടേ. അവൻ്റെ കഥ വായിച്ച് ഞാൻ കരഞ്ഞു. 2 ഓറഞ്ചും എടുത്ത് പാൻറ്റിൻ്റെ പോക്കറ്റിനകത്ത് ഒറ്റ ചാട്ടം. അവൻ കടൽ വെള്ളത്തിൽ ചാടി. ഇവിടുന്ന് ഒരു നൗക കിട്ടി, രക്ഷപ്പെട്ടു. അവൻ എഴുതിയ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞു പോയി മക്കള്. അവൻ പറഞ്ഞു, $2 ലക്ഷം വേണ്ടി അറ്റ്ലാന്റിക്കിൻ്റെ സമുദ്രത്തിൽ ഞാൻ ഇറങ്ങിയെങ്കിൽ ഒരുപക്ഷെ ഉപ്പുവെള്ളത്തിൽ അങ്ങ് തീർന്നു പോയേനെ. പക്ഷേ എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കണ്ടത് കൊണ്ട് ഞാൻ വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ടത് കൊണ്ട് എൻ്റെ വീട്ടിലെത്താൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പളുകൽ കൺവെൻഷനകത്ത് ഒരു ലൈഫ് ജാക്കറ്റിനെ ഇവിടെ ഞങ്ങൾ ഉയർത്തുന്നു. അവൻ്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി പളുകലേ. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.25 ഏക നാമം യേശുവിന്റെ നാമ. आज रात को इसी संदेश सुनने वाला मेरा भाइयों बहनों, आप लोग किधर भी बैठ के अपना परमेश्वर का ये समाधान संदेश सुनने वाला है. आप लोग किधर भी नहीं जाने का, ना पगार नहीं जाने का, खर्चा नहीं करने का. आपको किधर भी बैठ के अपना दिल में हाथ रख के इसी तरफ से सोचना मांगता. परमेश्वर उनका बेटा यीशु मसीह को इधर में बे दिया. उन्होंने 3 साल में कालवरी का पगाड़ का बीच में 2 चोर का बीच में एक भगज वाला आया. हमारा यीशु का पेट में एक चाकू मारा. उधर से 5 लीटर खून निकल गया. उनका खून से मेरे को सफाई करो. किसी भाई बहन आज रात को हाथ उठाएगा, आपका नाम जीव का किताब में डालेगा. जीव പുസ്തകത്തിൽ പേരെഴുതിയവനെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. വചനം കേട്ടെടുക്കുന്ന ദൈവമക്കൾക്കായി ഒരു രാത്രി കൂടി സഹോദര സഹോദരി, പുണ്യസ്ഥലങ്ങൾ, സ്വോത്രകാഴ്ചകൾ, ഉരുളലുകൾ, നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം വേണ്ട. ടൈറ്റാനിക് തകർന്നതുപോലെ ഈ ഉലകം തീരാറായി. അതിന്റെ നടുവിൽ ഇന്ന് രാത്രി രക്ഷകനായ കർത്താവിന് നീ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. ഈ രാത്രി ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനത്തിന് അടയാളം. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പിക്കുന്നതിന്റെ കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ 1 ആന്റി ക്രൈസ്റ്റ് വരും. യഹൂദന്റെ ദേവാലയം ഒരുക്ക്.
ആ ദേവാലയത്തിൽ റോബോട്ടിനെ വെക്ക്. റോബോട്ടിന്റെ പ്രതിമ വരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരാറായി. 2, എതിർ ക്രിസ്തുവിന്റെ ആലയം പണിഞ്ഞ് യഹൂദന്റെ വായ്ക്കകത്ത് മുപ്പല്ലിയെ കുത്തി പന്നിയുടെ രക്തം വായിലകത്ത് കൊടുക്കും. നിലവിളിച്ചുകൊണ്ട് യഹൂദൻ ഓടുന്ന ഒരു ദിനം വരാറായി. ആ രക്തം യഹൂദൻ വായിക്കൊള്ളുന്നതിന് മുമ്പ് പലകലും പാറശാലയിൽ തന്റെ ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരും. പലകളെ ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 1-ാമത്തെ ഇടവേള.